ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ നിസാന്റെ ടെക്ടോൺ എന്ന് പറയുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷവും ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും എല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു വാഹനത്തിൽ ഒരുപാട് റിസംബ്ലൻസ് നമ്മുടെ ഡസ്റ്ററുമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് വേറൊന്നും കൊണ്ടല്ല, രണ്ടുപേരും ബ്രാൻഡ് ഷെയറിങ് തന്നെയാണ് നടത്തുന്നത്. അതായത് ഇപ്പം ഈ ഒരു വാഹനം ഇറങ്ങുന്നതിന് മുമ്പ് ടെറാനോ എന്ന് പറയുന്നൊരു വാഹനം ഉണ്ടായിരുന്നു. അതായത് ഡസ്റ്ററിൻ്റെ സെയിം പതിപ്പ് തന്നെയായിരുന്നു ടെറാനോ. അതുപോലെ തന്നെ ആ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പം നമുക്ക് ഡസ്റ്റർ വന്ന കൂട്ടത്തിൽ തന്നെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ടെക്ടോൺ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ രണ്ടും ഏകദേശം സിമിലർ തന്നെയാണ്. ഇത് കുറച്ചുകൂടെ പ്രൈസ് കുറവുണ്ടോ എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഏതായാലും ഫ്രണ്ട് തൊട്ട് തന്നെ നല്ല രീതിക്കുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് നമുക്ക് LED തന്നെയാണ് വരുന്നത്, പക്ഷേ പ്രൊജക്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല, മൾട്ടി റിഫ്ലക്ടർ ടൈപ്പ് തന്നെയാണ് വരുന്നത്. അതായത് അകത്ത് റിഫ്ലക്റ്റേഴ്സ് ഉള്ള 5 ചേംബറുകളാണ്. അതിൽ 3 ചേംബർ നമുക്ക് വരുന്നത് ലോ ബീമും 2 ചേംബർ ഹൈ ബീമുമാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു കണക്റ്റഡ് DRLs കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും പോർഷനാണ് DRL വരുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് പൊസിഷൻ ലാമ്പും കൂടി ഇതിൽ വരുന്നുണ്ട്. അതായത് വൈകിട്ട് നമ്മൾ വാഹനമൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇവിടുന്ന് ഇങ്ങറ്റം വരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു റെഡ് ഇൻസേർട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും ഗുമ്മനാണ്. ഈ ഒരു പോർഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസാൻ പാട്രോളുമായിട്ട് ഇതിനൊരു റിസംബ്ലൻസ് മെയിനായിട്ട് തോന്നുന്നതിൻ്റെ ഒരു കാര്യം. ഈ ഒരു ഭാഗം, അതായത് ആ റെഡ് ഇൻസേർട്സിൻ്റെ കൂടുതൽ തന്നെ ഈ ഒരു സിൽവർ എലമെൻറ്റ് പോകുന്നത് കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. നിസാൻ്റെ ഒരു വലിയൊരു ബാഡ്ജിങ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിസാനെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഡസ്റ്ററിൽ നോക്കുന്ന സമയത്ത് റെനോയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് നിസാൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്ടോൺ ലോഗോയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതും നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹുഡ് ഏരിയാസിലൊന്നും ഒരു രീതിക്കുള്ള മാറ്റമില്ല. ഈ സ്കൂപ്ഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഡസ്റ്ററിൽ കണ്ടതാണ്. ഇനി തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഒരു രസം നമുക്ക് ഫീൽ ചെയ്യും. തൊട്ട് താഴെ ഫോഗ് ലാമ്പ് ഉണ്ടെന്ന് പെട്ടെന്ന് അറിയില്ല, അത് LED ആണ് വരുന്നത്. അതുപോലെ തന്നെ 6 പാർക്കിംഗ് സെൻസേഴ്സ് 4+2 കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ്, സൈഡിൽ നമുക്ക് ഒന്നും ആ ഒരു സൈഡിലും ഒന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ 6 പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. നല്ലൊരു എയർ ഡാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഗ്ലോസി എലമെൻറ്റ് വരുന്ന ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ 360 ഡിഗ്രിയുടെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലത്തെ കാഴ്ചയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു എയർ സ്കൂപ്പ് കാണാൻ സാധിക്കും. ഇതൊരു ആക്റ്റീവ് എയർ സ്കൂപ്പാണ് വരുന്നത്. ഈ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് എയർ ഇൻടേക്കിൻ്റെ ആണെങ്കിലും, എയർ ഇൻടേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡ്രാഗ് ടയേഴ്സിലോട്ടുള്ള എയറിൻ്റെ ആണെങ്കിലും നമ്മുടെ ഒരു എയറോ ഡൈനാമിക് ഓക്കെ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഈ ഒരു സൈഡിൽ കൂടെ എയർ കട്ട് ചെയ്ത് നേരെ ഈ സൈഡിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന വിൻഡ് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കും. അതിനാണ് ഇങ്ങനെ ഒരു എയർ കർട്ടൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടം തൊട്ട് നമുക്ക് വീൽ ആർച്ചുകൾ കാണാൻ സാധിക്കും. അതും പക്ക ഒരു SUVയുടെ തന്നെ ആ രീതിക്കാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെൻസർ കാണാൻ സാധിക്കുന്നുണ്ട്. ഫെൻഡേഴ്സ്, ഈ ഒരു കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ സാധിക്കും. T280 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടെർബോ ആണ് വരുന്നത്. 280 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ടോർക്കാണ്. ടീനെ നമുക്ക് ടോർക്കായിട്ടും എടുക്കാം, ടെർബോ ആയിട്ടും എടുക്കാം. 280 Nm ടോർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത്രയും പോർഷനിൽ ഒരു ഹിമാലയത്തിൻ്റെയൊക്കെ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും 360 ഡിഗ്രി ക്യാമറയും കാണാൻ സാധിക്കും. മിററിൽ നമുക്ക് താഴെ ഒരു പ്രൊജക്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നൈറ്റിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പടില്ലാമ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ നല്ലൊരു രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രാത്രി നമുക്ക് ഈ താഴത്തെ പോർഷനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണാനും സാധിക്കുന്നു. ഇവിടെ എല്ലാം ബ്ലാക്ക് ആണ് നമുക്ക് റൂഫും പില്ലേഴ്സും വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ അഗ്രസീവായിട്ടുള്ള ലുക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും സംഗതി കിടുവാണ്. അതുപോലെ തന്നെ റണ്ണിങ് ബോർഡും അതുപോലെ തന്നെ ഡോറിൻ്റെ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എല്ലാം ഫൈബറാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് നിസാൻ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കാണുമ്പോൾ നല്ല ഗുമ്മനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോർ ഹാൻഡിൽസിലൊന്നും വേറെ അഡീഷണൽ ആയിട്ട് സ്വിച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ എല്ലാം ഗ്ലോസി എലമെൻ്റ് ആണ് വരുന്നത്. ഇതെല്ലാം ശരിക്കും പെയിൻറ്റഡ് ഗ്ലോസിയാണ് നമുക്കിവിടെ കിട്ടുന്ന, സ്റ്റിക്കേഴ്സ് അല്ല. ഇതെല്ലാം പെയിൻറ്റഡ് ആണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയാണ് ഡോർ ഹാൻഡിൽസ് കാണാൻ സാധിക്കുന്ന, റിയർ ഡോർ ഹാൻഡിൽസ്. ഇതെല്ലാം സിമിലറാണ്. കാരണം നിങ്ങൾക്ക് ഈ ഫുൾ ഏരിയ കാണുമ്പോഴത്തേക്കും നമുക്ക്
പക്ക ഡസ്റ്ററാണെന്ന് തന്നെ പറയത്തുള്ളൂ. ഒരു രീതിക്കുള്ള മാറ്റമോ കാര്യങ്ങളോ വരുന്നില്ല. നമുക്കിവിടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്ന 212 mm ആണ്. അത് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്യാവശ്യം ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാനില്ല, അത്യാവശ്യം അല്ല, ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാൻ ഒരു രീതിക്കുള്ള പ്രശ്നം വരുന്നില്ല. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, അതുകൊണ്ട് ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഫുൾ ഏരിയ കാണുമ്പോഴത്തേക്കും നമുക്ക് പക്ക ഡസ്റ്ററാണെന്ന് തന്നെ പറയത്തുള്ളൂ. ഒരു രീതിക്കുള്ള മാറ്റമോ കാര്യങ്ങളോ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ടയർ സൈസ് വരുന്നത് 225 55 6 ടയർ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലോയ് വീലിൻ്റെ ഡിസൈനും അടിപൊളിയാണ്. 5 പെറ്റൽ ടൈപ്പ് ഡിസൈൻ ആണ് ഇവിടെ വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് ഡിസ്കുകളാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ടോപ്പ് ഓഫ് ദ ലൈനിലോട്ട് പോകുമ്പോൾ മാത്രമാണ് ബ്രേക്ക് ഡിസ്കുകൾ കിട്ടുന്നത്, അല്ലാത്ത പക്ഷം നമുക്ക് ബാക്കിൽ ഡ്രമ്മാണ് വരുന്നത്. ഇത് കഴിഞ്ഞ് നേരെ ഈ ഒരു സൈഡിലോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ തൊട്ട് നമുക്ക് റിയർ സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. റിയറിലാണെങ്കിലും ബാക്കി 4 സെൻസേഴ്സും സൈഡുകളിൽ 2 സെൻസേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസും കാണാൻ സാധിക്കും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇവിടെ ഒരു പെയിൻറ്റഡ് ടൈപ്പാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പോയിലറുമായിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് കാണാം. ഡു നോട്ട് ലോഡ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കോസ്മെറ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുക എന്ന് തന്നെ പറയാൻ സാധിക്കും. മിറേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്റേഴ്സും കാണാൻ സാധിക്കും. റിയർ പോർഷനിലോട്ട് പോരുന്ന സമയത്ത് ഈ ഒരു ക്വാർട്ടർ പാനലിൽ തന്നെയാണ് നമ്മുടെ ടെയിൽ ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിസ്സാൻ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ഈ കണക്ട് ചെയ്ത് ഇങ്ങ് പോരുകയാണ്. കണക്റ്റഡ് ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇപ്പോൾ റെനോയുടെ ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ലൈറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുകയാണ്. ഇതൊരു സി ഷേപ്ഡാണ് കിട്ടുന്നത്. കാണാൻ കുറച്ചുകൂടെ നല്ലത് ഇവനല്ലേ എന്നൊരു സംശയം എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻസിൽ ഇടുക. കാരണം രണ്ടും കൂടെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവനാണ് നല്ലതെന്ന് എനിക്കൊരു ചെറിയൊരു തോന്നൽ. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം മറ്റതൊരു വി ഷേപ്പ് പോലെ ആയിരുന്നു. വി അല്ലെങ്കിൽ പോലും ഏകദേശം ഒരു വി ഷേപ്പ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്ക് വരുന്ന ഒരു ഗ്ലാസ് മെറ്റീരിയലിനകത്ത് തന്നെയാണ് വരുന്നത്. പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇനി റിവേഴ്സ് ലൈറ്റ് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ കാണാം. റിയർ ഫോഗ് ലൈറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ടെക്ടോൺ എന്നുള്ളൊരു വലിയൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയാണെന്ന് തന്നെ പറയാം. ഈ ഒരു ഭാഗത്തൊക്കെ ഈ റെഡ് ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് ഇൻസേർട്സ് വരുന്നതെല്ലാം 280 Nm ടോർക്ക് വരുന്ന മോഡലാണ്. അതായത് ഒരു 1.3 ലിറ്റർ എഞ്ചിനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റെഡ് ഇൻസേർട്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു റിയർ വൈപ്പർ കാണാം, ഡീഫോഗേഴ്സ് കാണാൻ സാധിക്കും, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം, ഇവിടെ ഒരു വാഷർ സ്പ്രേ കാണാൻ സാധിക്കും. മേളിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴോട്ട് വരുമ്പോൾ ഈ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ ഫുള്ളായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ ഡിസൈൻ കണ്ടതുപോലെ തന്നെ ബാക്കിലത്തെ ബമ്പറിൻ്റെ ഡിസൈൻ ഫുള്ളായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ 1 2 3 4 5 6 പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് 2 റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും ഒക്കെ കാണാൻ വേണ്ടി നല്ലൊരു സ്പോട്ടി ലുക്കാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ബൂട്ടും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇലക്ട്രിക്കലി ഓപ്പൺഡ് ടെയിൽ ഗേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും വരെയാണ് വരുന്നത്. ഇനി ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ഒന്നുകൂടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഒന്നുകൂടി ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഹൈറ്റ് വരെ ഇത് ഓപ്പൺ ആകത്തുള്ളൂ. നമ്മൾ നേരത്തെ ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാണ്. ഇത് ക്ലോസായി. യെസ്, ഓക്കെ. ഒന്നുകൂടെ ഞാൻ ഓപ്പൺ ചെയ്യാണ്. നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു സെയിം പൊസിഷനിൽ നിൽക്കത്തുള്ളൂ. ബാക്കി മേളിലോട്ട് വെക്കണമെങ്കിൽ ഓപ്പൺ ചെയ്യുക, ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. ആ ഒരു ഹൈറ്റിൽ ഇത് സെറ്റായിരിക്കുകയാണ്. ഇനി ഞാനിത് ഏതായാലും ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ കിട്ടുന്ന ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 518 ലിറ്ററാണ് ഇവിടുത്തെ ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറയാൻ സാധിക്കും. ഈ കാണുന്ന ഒരു പാർസൽ ട്രേ മാറ്റുകയാണെങ്കിൽ നമുക്ക് 700 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. അതായത് ഈ ടോപ്പ് വരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇത്രയും നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിടാന്നുണ്ടെങ്കിൽ 1798 ലിറ്റർ നമുക്ക് ബൂട്ട് സ്പേസ് ആക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പുറകിൽ ആൾക്കാർ ഇരിക്കാൻ പാടില്ല. ഇവിടെ നോർമലി നമുക്കൊരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് കിട്ടുന്നത്. നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഒരാൾക്ക് മാത്രം യാത്ര ചെയ്ത് ബാക്കി 2 പേരുടെ സ്പേസ് ഫ്രീ ആണെങ്കിൽ അത്രയും കൂടെ നമുക്ക് ലഗേജസ് വയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്പെയർ വീല് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം പല മാനുഫാക്ചേഴ്സും സ്പെയർ വീൽ ഇപ്പം കൊടുക്കാറില്ല. ഇതിൻ്റെ സൈസ് വരുന്നത് 225/6/17 ഇതിൻ്റെ സൈസ് വരുന്നത്. പക്ഷേ കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങൾ നോക്കാം.
നമുക്ക് അകത്തോട്ടൊന്ന് കയറാം. ഈ ഡോർ പാഡ് തൊട്ട് നമുക്ക് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കളർ എലമെൻറ്റ്, ഒരു ബർഗണ്ടി കളറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ബീജ് കളറും കിട്ടുന്നുണ്ട്, ബ്ലാക്ക് കളറും കിട്ടുന്നുണ്ട്, റോസ് ഗോൾഡും നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈ കളർ എലമെൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അതുപോലെ ശരിക്കും പറഞ്ഞാൽ ട്രൈ കളർ എന്ന് പറയുമ്പോൾ 1, 2, 3 ആണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതും കൂടെ കൂട്ടി ശരിക്കും പറഞ്ഞാൽ 4 കളർ തീംസ് നമുക്ക് ഡാഷ്ബോർഡിലാണ്, ഡോർസിലൊക്കെ ആണെങ്കിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല ഗ്ലോസി എലമെൻറ്റിലാണ്, കാണാൻ നല്ല രസമുണ്ട്. സ്വിച്ചസും കാര്യങ്ങളൊക്കെ എൻറ്റയർലി സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. കാരണം മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള, മിറർ ഫോൾഡ് ചെയ്യാനുള്ള, റൈറ്റ് മിറർ വേണോ ലെഫ്റ്റ് മിറർ വേണോ ഏത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള എല്ലാം ഡോർ ഗ്ലാസ്സുകളും 1 ടച്ച് ഡൗണും അതുപോലെ തന്നെ 1 ടച്ച് അപ്പുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് എല്ലാ ഡോറുകളിലും കിട്ടുന്നു. നല്ലൊരു കാര്യമാണെന്ന് പറയാൻ സാധിക്കും. കാരണം കുറച്ചുകൂടെ എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ, ഇവിടെ ഒരു ചെറിയ ഏരിയ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പോർഷനിലോട്ട് കുറച്ച് അത്യാവശ്യം സ്ഥലമുണ്ട്, ഇവിടെയും അത്യാവശ്യം സ്ഥലമുണ്ട്. സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ട്യൂട്ടറും കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺസിലൊന്നും വ്യത്യാസമില്ല, പക്ഷേ കളർ തീമിൽ നല്ല രീതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു റോസ് ഗോൾഡും അതുപോലെ തന്നെ ബർഗണ്ടി കളറും ഒരു ഗ്ലോസി ബ്ലാക്കും, അങ്ങനെ ഒരുപാട് കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ളൊരു രീതി തന്നെ പറയാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്വിച്ചസ് എല്ലാം കാണാൻ സാധിക്കും. പേഴ്സോ സ്വിച്ച് ഇവിടെ കാണാം, ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് കാണാം, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ അല്ലെങ്കിൽ ഓട്ടോ ഓഫ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോർഷൻ നമുക്കൊരു ലെതർ മെറ്റീരിയലാണ്, ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹോൾഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാം. നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോ ഹോൾഡ് ആണോ അല്ലേ എന്നുള്ളത്. ഇപ്പം ഞാൻ ഓട്ടോ ഹോൾഡ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അത് ഓൺ ചെയ്തിരുന്നത് നല്ലൊരു ഫീച്ചറാണ്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം കൂട്ടത്തിലുള്ളൊരു DCT ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ടോഗിൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, നല്ല രസമുണ്ട്. പാർക്കിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കുണ്ട്, ഇവിടെയും പാർക്ക് ബ്രേക്ക് ഉണ്ട്. ഇത് പക്ഷേ പാർക്ക് ബ്രേക്കും ഇത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ പാർക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ളൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലസ്റ്റർ മീറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ തീം തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്ലാൻഡിങ് കാണാൻ സാധിക്കും. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 10.23 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ മീറ്ററാണ് കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി ക്ലസ്റ്റർ നോർമലായിട്ടൊരു ക്ലസ്റ്റർ രീതിക്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ തീംസ് എല്ലാം മാറ്റാൻ വേണ്ടി ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. നമുക്ക് ഓരോ തീംസ് ചെക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ അഡാസ് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അഡാസിൻ്റെ 17 ഫീച്ചേഴ്സോളം നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാമറ ബേസ്ഡ് അഡാസ് ആണ് കിട്ടുന്നത്. റഡാറോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സെയിം, അതായത് നമ്മുടെ ഡസ്റ്റർ ഡ്രൈവ് ചെയ്ത സെയിം ഒരു ഫീൽ തന്നെയാണെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യമാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഡബിൾ ഡി കട്ടിംഗ് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊന്നും ഒരു രീതിക്കുള്ള വ്യത്യാസമില്ല, സെയിം കൺട്രോൾസ് ആണ്. പക്ഷേ ഇവിടുത്തെ കളർ തീംസ് എല്ലാം നമുക്കൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു റോസ് ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. കാണാൻ കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നു ഞാൻ വളരെ കൃത്യമായിട്ട് എടുത്ത് പറയും. റൈറ്റ് സൈഡിലെ കോമ്പിനേഷൻ സ്വിച്ച് നമുക്ക് കാണാം. ഓഫ്, പാർക്ക്, ഹെഡ്ലൈറ്റ് ഓൺ, ഓട്ടോ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഓൺ, ഫോഗ് ലാമ്പ് ഓഫ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓഡിയോ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ക് പോകാൻ സോഴ്സിൻ്റെ സെൻട്രൽ ഒന്നിച്ച് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വോളിയം അപ്പ്, വോളിയം ഡൗൺ, മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടായിരിക്കും. മോഡിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൽ നിന്നും കണ്ണെടുക്കാതെ അല്ലെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു സ്വിച്ച് കുറച്ചൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ, അതായത് വോളിയം കൂട്ടാൻ, വോളിയം കുറയ്ക്കാൻ, ഇങ്ങനെ ഒരു കൺട്രോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ കൺട്രോൾസ് ഒന്നും ഇവിടെയോ കൊടുത്തിട്ടില്ല. ഇവിടെല്ലാം നമ്മുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സും ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു സൈഡും പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയർ വൈപ്പറിൻ്റെ സ്വിച്ച് ഓട്ടോയുടെ എത്രത്തോളം ഡ്രോപ്സ് വരുമ്പോഴത്തേക്കും വർക്ക് ചെയ്യണം എന്നുള്ളത്. ഇനി കൂടുതൽ ഡ്രോപ്പ് വെള്ളം വീണ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്താൽ മതി എന്ന് അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്
കാണാൻ സാധിക്കുന്നതാണ്. 10.1 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഒരുപാട് ഫീച്ചർ റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് നിസാൻ കണക്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ 55+ ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഇനി മെനു ഒക്കെ നോക്കാനാണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം, പിന്നെ ഗൂഗിൾ അസിസ്റ്റ്, ഇത് ഇൻബിൽറ്റ് ഗൂഗിൾ വരുന്ന സിസ്റ്റം തന്നെയാണ്. അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ മേളിൽ നമുക്ക് പവർ സ്വിച്ച് കാണാൻ സാധിക്കും, വോളിയം കൂട്ടാനും കുറയ്ക്കാനും. എന്തെങ്കിലും ബഗ്ഗൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നമ്മുടെ ഫോണൊക്കെ പണ്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഓഫ് ചെയ്യാനും സാധിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിവിടെ 360 ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലെ ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ്, അത് ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ഡീസൻറ്റ് ക്യാമറ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഓരോ പൊസിഷൻസ് നമുക്ക് കാണാം. ഇപ്പോൾ ബാക്കിലത്തെ പൊസിഷൻ, 2 സൈഡുകളിൽ നമുക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഇനി 360 ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഇവിടെ 360 ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നോർമൽ ക്ലാരിറ്റി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഓക്കെ ക്ലാരിറ്റി, ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഓക്കെ ക്ലാരിറ്റി തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിതിൻ്റെ സെറ്റിംഗ്സ് കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പം നമുക്ക് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിളിൻ്റെ എല്ലാ സെറ്റിംഗ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഡ്രൈവ് മോഡുകൾ നമുക്കിപ്പം ഇക്കോ മോഡ് വേണോ, കംഫോർട്ട് മോഡ് വേണോ, ഇനി പേഴ്സോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പേഴ്സോ സെറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത്, ഇതാണ് നമ്മുടെ പേഴ്സോ സെറ്റിംഗ്. നമുക്ക് എപ്പോഴും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് കയറാതെ ഇവിടെ ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് ഈ പേഴ്സോ സെറ്റിംഗ് എന്തൊക്കെ വേണമെന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ നോർമൽ ആയിരിക്കണോ, ഇക്കോ ആയിരിക്കണം, എഞ്ചിൻ ഇക്കോ വേണോ, നോർമൽ വേണോ. അപ്പോൾ ഇക്കോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സോഫ്റ്റ് വേണോ, ഹാർഡ് വേണോ, അതായത് ലോ വേണോ, ഹൈ വേണോ, സ്റ്റിയറിംഗിൻ്റെ കട്ടി എങ്ങനെ വേണം, ഹൈ വേണോ, ലോ വേണോ, അതായത് ടൈറ്റ് ആയിരിക്കണോ അതോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള രീതി വേണോ, നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ പേഴ്സോയ്ക്കകത്ത്, ഇനി ലൈഫ് ഓൺ ബോർഡ്, ആംബിയൻ ലൈറ്റ് എങ്ങനെ വേണം, ഇതിപ്പം ചേഞ്ചിങ് വേണമെങ്കിൽ ചേഞ്ചിങ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിവിടെ കയറി കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ കളർ മാറ്റി ഒരു ബ്ലൂവിലോട്ട് കൊണ്ടുവന്നു, ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു പകലായതുകൊണ്ടാണ് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു. ഞാനിപ്പോൾ ഒന്ന് മാറ്റി ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടാം, കുറയ്ക്കാം. ഇങ്ങനെ ഒരുപാട് സെറ്റിങ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി എയർ ക്വാളിറ്റിയുടെ കാര്യമാണെങ്കിലും 2.5 ഫിൽറ്റേഴ്സാണ്, AC ഫിൽറ്റേഴ്സാണ് ഇതിനകത്ത് വരുന്ന മൈ ഡ്രൈവിങ്. അപ്പോൾ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ രീതി കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ആക്യുറേറ്റ് അല്ല, കാരണം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആയതുകൊണ്ട് പല രീതിക്ക് ഓടിക്കുന്നതാണ്. ഡ്രൈവിംഗ് അസിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡാസ് ഫീച്ചറിൽ എന്തൊക്കെ ഓഫ് ചെയ്യണം, എന്തൊക്കെ ഓൺ ചെയ്തിടണം എന്നുള്ള കംഫോർട്ട് സൈഡ്, ഫോളോ മൈ സ്റ്റേ, സേഫ്റ്റിയുടെ പാർക്കിങ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ സൈഡിലത്തെ ഫ്രണ്ടിലത്തെ സെൻസർ എനിക്ക് വേണ്ട, അത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്തിടാൻ സാധിക്കും. സൗണ്ട് വേണ്ട, സൗണ്ട് എനിക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. സൈഡ് സെൻസേഴ്സ് വേണ്ട, അത് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ട് മാത്രം നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റിയർ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് നേരെ ഇനി സെറ്റിങ്സ് തന്നെ, ഇനിയും ഇവിടെ ഇഷ്ടംപോലെ സെറ്റിങ്സ് കിടപ്പുണ്ട്. എല്ലാം പറഞ്ഞ സമയം ഞാൻ കളയുന്നില്ല. തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് AC വെന്റുകളും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു ഭാഗത്താണ് ചേഞ്ച് വിടുക, ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACയുടെ കൺട്രോൾസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പം ഞാനിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലോവർ ഫാൻ്റെ സ്പീഡ് കൂട്ടാം, എല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഫുള്ള് വരുന്ന ഈ ഒരു താഴത്തെ പോർഷനിലാണ്. നമുക്ക് AC-യുടെ സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം രണ്ടും സിങ്ക്രണൈസ്ഡ് അല്ല, അതായത് ഡ്യുവൽ സോൺ AC ആണ് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിൽ വേറെ, റൈറ്റ് സൈഡിൽ വേറെ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഞാൻ 24 കൊടുത്തു, റൈറ്റ് സൈഡിൽ 21 ഡിഗ്രി ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും സിങ്ക്രണൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ സിങ്ക്രണൈസ് ചെയ്യുന്നതായിരിക്കും. AC ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാം, AC ഓഫ് ആയില്ല. അപ്പോൾ AC ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെയാണ് ഓഫ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ പ്രസ് ചെയ്തപ്പോൾ AC ഫുൾ ഓഫായി. ഇനിയിപ്പോൾ ഇവിടുത്തെ കൂടെ നമുക്ക് നോക്കിയേക്കാം. ടെമ്പറേച്ചർ കൺട്രോൾ, ലെഫ്റ്റ് സൈഡിൽ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും, ബ്ലോവർ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള, മാക്സ് പെട്ടെന്ന് കൂളാക്കാൻ വേണ്ടിയുള്ള ഡീഫോഗർ, ഓട്ടോ മോഡ്, ഇൻറ്റേർണൽ സർക്കുലേഷൻ, മാക്സ് AC മാക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂളാകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏതൊക്കെ പൊസിഷനിലാണ് എയർ വരേണ്ടതെന്നുള്ളതും, പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലെ ടെമ്പറേച്ചർ കൺട്രോളും. ലോക്ക് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹസാർഡ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു 12 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്നൊരു സോക്കറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ 2 C ടൈപ്പ് പോർട്ടുകൾ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, അതിൻ്റെ കൂടുതൽ ഒരു കൂളിംഗ് പാഡുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സൈഡിൽ നിന്ന് എയർ വരുന്നുള്ളതുകൊണ്ട് ഇത് കൂളായിക്കോളും. ഒരു കാരണവശാലും നമ്മുടെ ഫോണുകൾ ഇരുന്ന് ചൂടാകും എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നില്ല. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഗിയർ സെലക്ടർ നോബ് കാണാൻ സാധിക്കും. ഫ്ലൈ ബൈ വയർ എന്നുള്ള രീതിക്കാണ് ഈ ഒരു ടെക്നോളജി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് ബൈ വയറിൻ്റെ സെയിം ടെക്നോളജി തന്നെയാണ്, പേരിൽ മാത്രം ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ, ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പാർക്ക് മോഡും കാണാം. ഈ ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം, 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഏരിയ നമുക്ക് എടുക്കാൻ സാധിക്കും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ കീ ഫോബ് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഇതിൻ്റെ കീ ഫോബ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് മാറ്റായിരുന്നു എന്നെനിക്കൊരു തോന്നൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും ഇതൊന്ന് മാറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിസാൻ്റെ ലോഗോ ഒക്കെ അടിപൊളിയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കീ ഫോബ് മാറ്റിയിട്ട് ഒരു ചെറിയ കീ ഫോബ് ആയിരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നെന്ന് എനിക്കൊരു പേഴ്സണലായിട്ടൊരു ഫീലുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാൻ ആ കീ ഫോബ് അവിടെ ഇട്ടു, ഞാനത് ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കളർ തീം കൊള്ളാം. അതായത് ഈ ബർഗണ്ടി കളർ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീജ് തീം ശരിക്കും പറഞ്ഞാൽ ചെളിയൊക്കെ പിടിക്കാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലത്തെയൊക്കെ ഇൻസേർട്സ് ഒക്കെ വരുന്ന ഒരു റോസ് ഗോൾഡ് ആണ് വരുന്നത്. അതും കാണാൻ നല്ല രസമുണ്ട്. കാരണം ഈ ഒരു പ്രീമിയം ഫീൽ കിട്ടുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് റിയർ ഓട്ടോ ഡിമ്മിങ് മിററാണ് ഇവിടെ കിട്ടുന്നത്. അതും ബെസല്ലസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതും കാണാൻ നല്ല രസമുണ്ട്, ഒരു പ്രീമിയം ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെ ടച്ച് ഓൺ ചെയ്യാൻ പറ്റുന്ന ലൈറ്റാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാനും സാധിക്കും. നമുക്ക് പനോരമിക് സൺറൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങറ്റം വരെ ചെല്ലും, കണ്ടോ, ഇടുമല്ലേ. 1 ടച്ചിൽ ഇത്രയും ഭാഗമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, ഫുൾ ഓപ്പണായി. അങ്ങറ്റം വരെ നമുക്കിപ്പോൾ ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് സംഗതി? കിടുവല്ലേ. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ സൺവൈസർ നോക്കാനാണെങ്കിൽ നമുക്കിവിടെ ഒരു മിറർ കിട്ടുന്നുണ്ട്. പക്ഷേ ലൈറ്റ്സ് മിസ്സിംഗ് ആണ്. എന്നാലും കുഴപ്പമില്ല, മിറർ കൊടുത്തിട്ടുണ്ടല്ലോ, വലിയ കാര്യമായി പോയി. ഇനി നമുക്ക് ഏതായാലും അപ്പുറത്തെ സൈഡിലോട്ടൊന്നും ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ, വെരി സോറി. ഇവിടെ നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. കൊള്ളാം. നമുക്കിവിടെ കിട്ടുന്ന സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും കൂടെയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. വെന്റിലേഷൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. 3 സ്പീഡാണ് വരുന്നത്. ഓരോ തവണ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്പീഡ് വെച്ച് കുറച്ച് ഓഫ് ചെയ്യാൻ സാധിക്കുന്നു. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റും കിട്ടുന്നുണ്ട്, ടെലിസ്കോപ്പിക്കും കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ടൊന്ന് ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഗ്ലോ ബോക്സ് ഏതായാലും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. കാലയിലോട്ടൊന്നും തട്ടുമൊന്നും പേടിക്കേണ്ട. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു നോർമൽ എൻ്റെ ഒരു പൊസിഷനിലൊന്ന് ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്പേസ് ഒരു ഓക്കെ സ്പേസ് എന്ന് തന്നെ പറയാൻ സാധിക്കത്തുള്ളൂ. കൂൾഡ് ഗ്ലോ ബോക്സ് അല്ല നമുക്കിവിടെ കിട്ടുന്നത്, നോർമൽ ഗ്ലോ ബോക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രാത്രി എടുക്കാനൊക്കെ ആണെങ്കിലും വെട്ടം കിട്ടുമെന്നുള്ളൊരു കാര്യം അഡ്വാൻറ്റേജ് ആണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ കഥ വരുന്നത്. അതായത് ഈ ഒരു കളർ തീം ഒരു രക്ഷയില്ല, കാണാൻ നല്ല കിടുവാന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇത് ശരിക്കും പറഞ്ഞാൽ നിസാൻ എന്നുള്ള രീതിയുടെ ജാപ്പനീസ് രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഏതായാലും സംഗതി കൊള്ളാം, കിടുവാന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു 6 എയർ ബാഗുകളാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സൈഡ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പില്ലേഴ്സും സീറ്റിലും നമുക്ക് എയർ ബാഗുകൾ വരുന്നുണ്ട്. അപ്പം ഈ ഒരു തീം ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്. 1, 2, 3 കളേഴ്സാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്, ട്രൈ കളർ. ശരിക്കും 4 കളേഴ്സ് വരുന്നുണ്ട്. ഈ ബ്ലാക്കും കൂടെ കൂട്ടാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ശരിക്കും ഡ്രൈവർ സെൻട്രിക് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡ്രൈവറിന് ആക്സസ് ചെയ്യുന്ന രീതിക്കാണ് ഇത്രയും ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സും ഈ ഒരു റെസ്റ്റും ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സൺവൈസർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ലൈറ്റ് ഈ സൈഡിലില്ലെങ്കിലും മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് LED ആക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ മാറ്റാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒരു വലിയ പ്രശ്നമുള്ള കേസല്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലത്തെ സീറ്റിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഒരു സ്കൂപ്ഡ് ഡിസൈനാണ് കിട്ടുന്നത് ബാക്ക് സീറ്റ് തന്നെ. നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സ്കൂപ്ഡ് ഡിസൈൻ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് വിൻഡോസ് കിട്ടുന്നത്. പക്ഷേ ഒരു സൺ ബ്ലൈൻഡ്സ് കൊടുക്കാമായിരുന്നു എന്നുള്ള സജഷൻ ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ ഒരു ടച്ച് ടൈപ്പ് ലൈറ്റ് കാണാം. ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇത് ഓഫ് ആകാത്തത്. ഗ്രാബ് ഹാൻഡിൽസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ചെറിയൊരു സ്കൂപ്പ് ഡിസൈൻ ആയതുകൊണ്ട് ഇത്ര ഒരു ഏരിയ കിട്ടും. മാഗസിൻ ഹോൾഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ സീറ്റ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇവിടെ നമുക്ക് ലംബർ സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 2 മാനുവൽ നോബുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലംബർ സപ്പോർട്ട് കയറുകയും
ഇറങ്ങുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 2 AC വെൻറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് പൊസിഷനിലോട്ട് എയർ വരണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും. തൊട്ട് താഴെ 2 C ടൈപ്പ് പോർട്ടുകളും കാണാൻ സാധിക്കുന്നതാണ്. ഇനി മേളിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു പനോരമിക് സൺറൂഫ് ഞാൻ അടച്ചിട്ടതാണ്. നല്ല വെയിലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം അടച്ചിട്ടിരിക്കുന്നത്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ പക്കയാണ് നമുക്കിവിടെ കിട്ടുന്നത്. 3 പേർക്ക് ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. 1, 2, 3 പേർക്ക് കിട്ടും. ഒക്കെയാണ് നമുക്ക് 2 കപ്പൊക്കെ വെക്കാം, മൊബൈൽ ഫോണൊക്കെ ഇവിടെ വെക്കാൻ സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്ററിലിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ സീറ്റ് കുറച്ചൊരു ഹാർഡ് നമുക്ക് ഫീൽ ചെയ്യും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ 2 സീറ്റിൻ്റെയും കംഫർട്ട് നമുക്ക് സെൻറ്ററിലിരിക്കുന്ന ഒരാൾക്ക് കിട്ടില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ടണൽ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാല് വയ്ക്കും, ഇതിൻ്റെ മേലോട്ട് വയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും. അത് നമുക്ക് നേരെ താഴെ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് സജസ്റ്റ്. അതായത് 2 സൈഡിലായിട്ട് തന്നെ വെക്കേണ്ടി വരും, കാരണം ആ ഒരു ടണൽ വരുന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പം നമുക്കിനി എഞ്ചിൻ റൂം ഒന്ന് കണ്ട് എഞ്ചിൻ്റെ കാര്യം കൂടെ പെട്ടെന്ന് നോക്കാം. നമുക്കിവിടെ ഗ്യാസ് സ്ട്രട്സ് വരുന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് അങ്ങ് കയറിപ്പോക്കോളും. ഈ ഒരു വാഹനത്തിന് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിനും 1.3 ലിറ്റർ 4 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിനുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ കിട്ടുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 160 PS പവറും 280 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആ ഫെൻഡറിൽ കാണിച്ച 280 എന്താണെന്നുള്ളത്. ഏതായാലും ഈ ഒരു എഞ്ചിൻ വൈസ് വെച്ച് പറയാനാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ പൊതുവേ കുറവാണ്. ഞാനിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമുക്കൊരു 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ്. ചെറിയൊരു സൗണ്ട് ഇല്ലെന്നല്ല, പക്ഷേ വൈബ്രേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഒരു എഞ്ചിൻ പെർഫോമൻസും ഈ എഞ്ചിൻ്റെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അകത്തോട്ട് വരുന്നില്ലെന്നുള്ള കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഇതിനൊരു 1 ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട് 3 സിലിണ്ടർ. 3 സിലിണ്ടറിന് പൊതുവേ നമുക്കുള്ളൊരു പ്രശ്നമാണ് വൈബ്രേഷൻ. ആ ഒരു കാര്യം നമുക്കൊരു 3യും കൂടെ ഒന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് പറയാം. ഗിയർ ബോക്സിൻ്റെ ഓപ്ഷൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് DCT ആണ് കിട്ടുന്നത്. ക്ലോസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് തീർന്നു, ക്ലോസ്ഡ്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ഡ്രൈവിംഗ് കംഫർട്ടും കൂടെ ഒന്ന് നോക്കാം. അപ്പം നമുക്കൊരു ഡ്രൈവും കൂടെ നോക്കാം. ഞാൻ ഈ സൺറൂഫ് ഒന്ന് ക്ലോസ് ചെയ്യാണ്, കാരണം നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ ഡ്രൈവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഏതായാലും പവർ ഫിഗേഴ്സ് എല്ലാം അടിപൊളിയാണ്. 1.3 ലിറ്റർ ആയതുകൊണ്ട് തന്നെ, അതും പ്രത്യേകിച്ച് ഒരു 4 സിലിണ്ടർ ആയതുകൊണ്ട് നമുക്ക് വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാൻ സാധിക്കത്തില്ല. ഹോണിൻ്റെ കേസാണല്ലോ പക്ക. ഇനി ഇതിൻ്റെ പ്രൈസ്, അതിൻ്റെ ഓഫേഴ്സ്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിസാൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ വേരിയൻസും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സസ്പെൻഷൻ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു നോർമൽ സസ്പെൻഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഭയങ്കര ഒരു സ്റ്റിഫ്നെസ്സും പറയാൻ പറ്റില്ല, എന്നാൽ അത്രയും ഒരു സോഫ്റ്റ് സൈഡും പറയാൻ പറ്റത്തില്ല. ഓവറോൾ ഒരു ഓക്കെ ഫീൽ തന്നെയാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ കിട്ടുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ഗുണം, അതായത് 212 mm കിട്ടുന്നതിൻ്റെ തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഗട്ടേഴ്സിലൊന്നും ചാടിക്കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റോഡ്സുകളിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്. അതിൽ ഈ ഒരു വാഹനം നല്ല അടിപൊളിയാണെന്ന് തന്നെ പറയാൻ സാധിക്കും.
ഓ, കാല് കൊടുത്താൽ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഹുഡിൻ്റെ ഒരു ഗുണം പറയാനാണെങ്കിൽ നമ്മുടെ സീറ്റിംഗ് പൊസിഷനാണെങ്കിലും കുറച്ച് പൊങ്ങിയിരിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ഹുഡിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഏരിയ വരെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സിറ്റി ഡ്രൈവ്സിലൊന്നും ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്.